അതെ, ശ്രീ ജോസഫ് ആന്റണി, ഇപ്പോൾ അമേരിക്ക ആ തരത്തിലുള്ള ഇടപെടലുകൾ രാജ്യത്ത് നടത്തുന്നതിന് മുൻപ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടി ഇപ്പോൾ ഈ പാകിസ്ഥാനുമായുള്ള പ്രതിസന്ധിയിൽ ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകൾ അവർ നടത്തിയിട്ടുണ്ട്. ട്രംപാണ് ലോകത്തെ ആദ്യം അറിയിക്കുന്നത് ഈ വെടിനിർത്തൽ കരാറായി എന്നത്. നമ്മുടെ രാജ്യം അത് പരസ്യമായി പറയുകയോ അല്ലെങ്കിൽ അതിന് ഒരു സ്ഥിരീകരണം വരുത്തുകയോ ചെയ്തിട്ടില്ല എന്ന വസ്തുത അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ അമേരിക്ക ഇത് ആഘോഷിക്കുകയായിരുന്നു എന്നതാണ് വസ്തുത. കാരണം ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം, അതുപോലെ തന്നെയുള്ളതാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം. ഈ രണ്ട് സംഗതികളും അവസാനിപ്പിക്കും, അതിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന വാദത്തോടുകൂടി രണ്ടാമത് അധികാരത്തിലേറിയ ആളാണ് ട്രംപ്. പക്ഷേ അവർക്കതിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 3 ദിവസത്തിനുള്ളിൽ അമേരിക്കയുടെ ഇടപെടൽ, ട്രംപിന്റെ ഇടപെടലാണ് ട്രംപിന് വളരെ വേഗം ഒരു യുദ്ധത്തിലേക്ക് പോകാതെ സമാധാന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന അവകാശവാദം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഈ ട്രംപ് വാസ്തവത്തിൽ ഒരു എട്ടുകാലി മമ്മൂഞ്ഞാണ്. കാരണം ഈ ലോകത്ത് നടക്കുന്ന എല്ലാം ഞാൻ ഇടപെട്ട് അവസാനിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ഞാനാണ് ഇതിനെല്ലാം സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന തരത്തിൽ വിശ്വസിക്കുന്ന ഒരു യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അത് ആ യാഥാർത്ഥ്യബോധമില്ലാത്ത രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾ കാരണമാണല്ലോ അമേരിക്ക ഇന്ന് കട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ അദ്ദേഹം ലോകത്തിൽ 185 രാജ്യങ്ങൾക്കെതിരെ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയതിലൂടെ അമേരിക്കൻ ജനത ഇന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏർപ്പെടുത്തിയ ചുങ്കങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അദ്ദേഹം പലതരത്തിൽ പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വിവേകമുള്ള ആളുകൾ പറയുന്നൊന്നും കേൾക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല. അദ്ദേഹം പറയുന്ന എല്ലാമാണ് ശരി എന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം പറഞ്ഞു, ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കും, 24 മണിക്കൂറിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഒരു കരാർ ഒപ്പിട്ടു, ഇസ്രായേൽ പാലസ്തീൻ കരാർ. അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് തൊട്ട് 9 ദിവസം പിന്നെ ജനുവരി 19 കരാർ ഒപ്പിട്ടു. എന്താ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? വീണ്ടും ആ യുദ്ധത്തിന് ശേഷം പിന്നെയും 5000-ലേറെ ആളുകൾ മരിച്ചു കഴിഞ്ഞു. നിരന്തരം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു, പിന്നെ ഞാനിതങ്ങ് ഏറ്റെടുക്കാൻ പോവാണ്, ഈ തൃശ്ശൂരിൽ ഏറ്റെടുക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുരേഷ് ഗോപി പറഞ്ഞ കണക്ക് ഈ ഗാസ ഞാനിങ് ഏറ്റെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. ഈ മാതിരി ഇങ്ങനെ യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 24 മണിക്കൂറിനുള്ളിൽ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനം. എവിടെ നിൽക്കുന്നു ആ യുദ്ധം ഇപ്പോൾ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതുമായ യാഥാർത്ഥ്യബോധമില്ല. മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ അനുയായികൾക്ക് വേണ്ടിയിട്ടും ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പ്രഖ്യാപനം നടത്തുക, എന്നിട്ട് അതിനെ എക്സിലൂടെ അദ്ദേഹം അത് പരസ്യം ചെയ്യുക. ഇവിടെ തന്നെ എന്താ ഉണ്ടായത്? വാസ്തവത്തിൽ ഇങ്ങനെ ഒരു കരാർ ഉണ്ടാകുമ്പം അതത് രാജ്യങ്ങളല്ലേ അത് പ്രഖ്യാപിക്കേണ്ടത്. അത് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പേ ഇദ്ദേഹം വന്നിട്ട് അങ്ങ് പ്രഖ്യാപിക്കണം. വാസ്തവത്തിൽ നമ്മൾ കാണേണ്ട കാര്യം, ഈ സംഘർഷം ഉണ്ടായപ്പോൾ ആദ്യം ട്രംപിനോട് ചോദിച്ചു, പിന്നെ എന്താണ് ഇങ്ങനെ ഒരു സംഘർഷം നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്, അത് പണ്ട് 1500 വർഷം മുമ്പേ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായത് തന്നെ എന്നിട്ട് 70-78 വർഷമായുള്ളൂ. അദ്ദേഹം പറയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1500 വർഷമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാതിരി ഈ ചരിത്രബോധം ഇല്ലാത്ത, രാഷ്ട്രീയ ബോധം ഇല്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. അത് അവർ തന്നെ തീർത്തോളം ഞങ്ങളതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. യുദ്ധമുണ്ടായ തിരിച്ചടി ഉണ്ടായപ്പോൾ തന്നെ ലജ്ജാകരം എന്നാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത്. എന്നിട്ട് മാർക്കോ റൂബിയോയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് അവരുടെ കാര്യമാണ്, ഞങ്ങൾക്ക് ഇതിനകത്ത് ഈ ബിസിനസ്സിൽ ഞങ്ങൾ പങ്കെടുക്കേണ്ട കാര്യമില്ല എന്നുള്ള തരത്തിലാണ്. അതായത് ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ ഈ പ്രശ്നത്തിൽ ഒരു തരത്തിലും ഇടപെടാതെ നിന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്ക വസ്തുവിൽ ചെയ്യേണ്ടിരുന്നത് എന്താണ്? അമേരിക്കയുമായി നല്ല സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ് ഇന്ത്യ. അമേരിക്കയുമായി നല്ല സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. എന്ന് മാത്രമല്ല അമേരിക്കയുടെ സാമ്പത്തിക സൈനിക സഹായം പ്രവർത്തിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഈ കഴിഞ്ഞ യുദ്ധം തുടങ്ങുന്ന സന്ദർഭത്തിൽ പോലും F-16 യുദ്ധവിമാനങ്ങൾ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് $300 മില്യൺ പിന്നെ കൊടുത്ത് സഹായിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർ പറയാണ്, നിങ്ങൾ ഈ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല, അങ്ങനെ യുദ്ധമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് ഡാമേജ്. ലോകത്താർക്ക് അറിഞ്ഞുകൊണ്ടത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഏതെങ്കിലും രാജ്യമായിട്ട് യുദ്ധം ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലാണ്. സാമ്പത്തികമായും രാഷ്ട്രീയമായും സാമൂഹ്യമായും എല്ലാം വളരെ ദുർബലമായി നിൽക്കുന്ന രാജ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്തെ യുദ്ധത്തിലേക്ക് നയിച്ചുകൊണ്ട് പോയത് അസീം മുനീറിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളാണ്. അത് മറ്റൊരു കാര്യം. പക്ഷെ അമേരിക്കയ്ക്ക് ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് പാകിസ്ഥാനെ തടയാമായിരുന്നു. അങ്ങനെ തടയേണ്ട കാര്യം എന്താണ്? ഇന്ത്യ പോലെയുള്ള ഒരുപക്ഷെ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഇപ്പോൾ അമേരിക്കയോട് അടുത്ത് നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പൊ അങ്ങനെ അമേരിക്കയുടെ സൗഹൃദ രാജ്യമായ ഇന്ത്യയെ ആവശ്യമില്ലാതെ പ്രകോപിപ്പിക്കുകയും ആവശ്യമില്ലാതെ ഭീകരാക്രമണം സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തെ പാകിസ്ഥാനെ തടയണമായിരുന്നു. അതോ അത്തരം ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്തില്ല. പിന്നെ സൗദി അറേബ്യയുടെ, ഞാൻ വിശ്വസിക്കുന്നത് ഈ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം മൂലമാണ് അമേരിക്ക
ഈ ഈ യുദ്ധത്തിൽ ഇടപെടാൻ തയ്യാറായത്. കാരണം സൗദി അറേബ്യയിൽ അദ്ദേഹം സന്ദർശിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശിക്കാൻ പോവാണ്. അപ്പം സൗദി അറേബ്യയിൽ നിന്ന് വലിയ കരാറുകളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അപ്പൊ സൗദി അറേബ്യയിൽ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടായിരിക്കണം 2 ദിവസം മുമ്പ് വരെ ഞങ്ങൾക്ക് ഇതിനകത്ത് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞ അമേരിക്ക പെട്ടെന്ന് ഇടപെടുകയും ഒരു പെട്ടെന്നൊരു കരാർ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ആ കരാറിന്റെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെയൊക്കെ ഒരു പ്രതിച്ഛായ നിർമ്മാണം, സ്വയം ഉപയോഗപ്പെടുത്തൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ എന്നത് മാത്രം ട്രംപ് ലക്ഷ്യം വെക്കുന്നു, അമേരിക്ക ലക്ഷ്യം വെക്കുന്നു എന്നതാണ് അവരുടെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കി പോവേണ്ടത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചില യാഥാർത്ഥ്യ ബോധം ഇതിലുണ്ടല്ലോ. തിരിച്ചെടുക്കാൻ ട്രംപിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് സമ്മാനം വരുത്തിയിട്ട് നൊബേൽ സമ്മാനം എങ്ങനെയെങ്കിലും തപ്പിയെടുക്കാൻ പറ്റുമെന്നുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ടി കഠിനമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഉണ്ടാക്കുന്ന ഈ കരാറുകളെല്ലാം പൊളിഞ്ഞു വീഴുന്ന ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ശ്രീ ജോസഫ് ആന്റണി, ഈ സംഘർഷം നീണ്ടുപോവുകയാണെങ്കിൽ തിരിച്ചെടുക്കാൻ സാധിക്കാത്ത വിധം സാമ്പത്തിക നില തകർന്നു പോകുമെന്ന യാഥാർത്ഥ്യ ബോധം തീർച്ചയായും പാകിസ്ഥാൻ ഉണ്ടാവേണ്ടതാണ്. ഇത് മാത്രമായിരിക്കില്ല വെടിനിർത്തലിനുള്ള പ്രധാന കാരണം. പഹൽഗാമിൽ രാജ്യത്തിനേറ്റ മുറിവിന് ആ വിധത്തിലുള്ള തിരിച്ചടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സേനാബലം, ആയുധശേഖരം എന്നതൊക്കെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വഴിയുണ്ടോ മുമ്പിൽ ഇതല്ലാതെ? വേറൊരു വഴിയുമില്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് വേറൊരു വഴിയുമില്ല. യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല രാജ്യത്തിന്, ഒരു കാരണവശാലും കഴിയില്ല. അതുകൊണ്ടാണ് അവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ എടുത്ത് അത്യാവശ്യം പ്രയോഗിച്ചുകൊണ്ട് ഞങ്ങളിതാ വളരെ ശക്തമാക്കാൻ പോകുന്നു ഞങ്ങളുടെ യുദ്ധം എന്ന് ലോകത്തെ കാണിക്കാൻ. അത് ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ആണവായുധം ഉപയോഗിച്ചു കളയും എന്നൊക്കെ പറഞ്ഞത്. അവരുടെ കയ്യിലെ അവരുടെ ആയുധശേഖരം വളരെ വളരെ ദുർബലമാണ് എന്ന് മാത്രമല്ല, കൂടുതൽ ആയുധം വാങ്ങണമെങ്കിൽ പൈസ വേണം. അതിനുള്ള സമ്പത്ത് അവരുടെ കയ്യിലില്ല. അമേരിക്ക കൂടുതൽ ആയുധം കൊടുക്കാൻ ഇപ്പോഴും സാഹചര്യത്തിൽ തയ്യാറാവത്തില്ല. കൊടുക്കാൻ അത്യാവശ്യം തയ്യാറാവുക ഒരു പക്ഷേ തുർക്കി ആയിരിക്കും. തുർക്കിയുടെ കയ്യിൽ കുറെ മിസൈലുകളും കുറച്ച് ഡ്രോണുകളും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ ഡ്രോണുകൾ പലതും ഫലപ്രദമല്ല. കാരണം അന്തർദേശീയ മാർക്കറ്റിൽ ഒരു നല്ല മെച്ചപ്പെട്ട ഡ്രോണിന് $20 മില്യൺ കൊടുക്കണമെങ്കിൽ തുർക്കി കൊടുക്കുന്ന ഡ്രോണുകളുടെ വില $5 മില്യൺ. അപ്പൊ അത് തന്നെ തുർക്കിയുടെ ഈ ഡ്രോൺ നിർമ്മാണ ഫാക്ടറി, അതിന്റെ പ്രധാനപ്പെട്ട ഡ്രോൺ നിർമ്മാണ ശാലയുടെ ഉടമസ്ഥത 2 ഉടമസ്ഥന്മാരിൽ ഒരാൾ തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗന്റെ മരുമകൻ കൂടിയിട്ടാണ്. അപ്പൊ അവര് കൊടുക്കുന്നുണ്ട്. അവരുടെ വിമാനം സൈനിക വിമാനം പാകിസ്ഥാനിലെത്തിയിരുന്നു. അവരുടെ കപ്പൽ കറാച്ചിയിലെത്തിയിരുന്നു തുർക്കിയുടെ. അപ്പൊ ഈ തരത്തിലൊക്കെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരായി വളരെ ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്ന അന്തർദേശീയ തലത്തിലും രാജ്യമാണ് തുർക്കി. അവരല്ലാതെ മറ്റു രാജ്യങ്ങളൊന്നും ഈ ഘട്ടത്തിൽ പാകിസ്ഥാനെ സഹായിക്കാൻ മുന്നോട്ട് വരില്ല. അതുകൊണ്ട് യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും സാധ്യമല്ല. ഏതെങ്കിലും തരത്തിൽ ഒപ്പിട്ട കരാറ് കുറച്ചുകൂടെ റിവൈവ് ചെയ്ത് നിലനിർത്താനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതെ, വളരെ നന്ദി ശ്രീ ജോസഫ് ആന്റണി ഈ സമയം പ്രതികരിച്ചതിന്.